മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ഈ നേരത്തെ പറഞ്ഞതുപോലെ മലപ്പുറത്ത് നിന്ന് പൻവേലിലേക്ക് ഇവർ വരുന്നു, പൻവേലിൽ നിന്ന് CSTയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ പൻവേലിൽ നിന്ന് CSTയിലേക്കുള്ള യാത്ര അതിനെന്തെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യമുള്ളതായി നമുക്ക് കണക്കാക്കാനാകും? അങ്ങനെ പ്രത്യേകമായിട്ട് തന്നെ പോകേണ്ട ഒരു ഇടമല്ലേ? പൻവേലിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും പോകാൻ ഉദ്ദേശിച്ചെങ്കിൽ അവർക്ക് ആ പൻവേലിൽ തന്നെ എല്ലാവിധ യാത്രാ സൗകര്യങ്ങളുമുണ്ട്, ട്രെയിനുകളുണ്ട്, മറ്റ് വാഹനങ്ങളുണ്ട്. പക്ഷേ ഈ പൻവേലിൽ നിന്ന് CSTയിലേക്ക് ഇവർ എത്തിയത് എന്തിനെന്ന എന്തെങ്കിലും സൂചന? ഒരു ഹെയർ സലൂൺ മാത്രം കാണാൻ എത്തിയതോ, ഹെയർ സലൂണിലേക്ക് മാത്രം ഉദ്ദേശിച്ചെത്തിയതാണോ എന്നൊക്കെ നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ പറ്റുമോ? മറ്റെന്തെങ്കിലുമൊക്കെ ഒരു ലക്ഷ്യം അവർക്ക് ഉണ്ടാകുമോ ഈ CSTയിലേക്ക് എത്തിയത്? സുഹേൽ, ആ കാര്യങ്ങളൊന്നും തന്നെ ഒരു വ്യക്തതയില്ല. പൻവേൽ സ്വാഭാവികമായും മുംബൈക്ക് പുറത്തുള്ള ഒരു മേഖലയാണ്. മുംബൈ ജില്ലയ്ക്ക് അകത്ത് വരുന്ന ഇടവുമല്ല. അതായത് മുംബൈയിലേക്ക് വരുന്ന യാത്രക്കാർ സാധാരണ ഇറങ്ങുന്ന ഒരു ഇടം കൂടിയാണ് പൻവേൽ. അവിടെ ഇറങ്ങിയതിനു ശേഷം സബർബൻ ട്രെയിനിൽ മുംബൈയിലേക്ക് CST റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രധാനപ്പെട്ട ഇടത്തേക്ക് വരുന്നതാണ് സാധാരണ പതിവ്. അത്തരമൊരു യാത്ര അവർ പദ്ധതിയിട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. നേത്രാവതി എക്സ്പ്രസിലാണെങ്കിൽ കുർള വരെ, അതായത് മുംബൈക്ക് അകത്ത് തന്നെ ഒരു സ്റ്റോപ്പിലാണ് അത് അവസാനം വന്ന് എത്തുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ അവർ ഇറങ്ങി എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ നിന്ന് സബർബൻ ട്രെയിനിൽ മുംബൈ CST റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നു. അത് ഒരുപക്ഷെ ഈ സ്ഥലത്തെ കുറിച്ച് വലിയ ധാരണയില്ലാത്തത് കൊണ്ട് കൂടിയാവാം അത്തരം ഒരു യാത്ര അവർ തിരഞ്ഞെടുത്തത്. അതല്ലെങ്കിൽ LTTയിൽ വന്നിറങ്ങിയതിനു ശേഷം മുംബൈയിലേക്ക് വരാം. ഇനി അതല്ല, അവിടെ നിന്ന് നേരിട്ട് സബർബൻ സർവീസ് ഉള്ളത് കൊണ്ട് അത്തരത്തിൽ അത് സെലക്ട് ചെയ്തതുമാവാം. ആ കാര്യങ്ങളിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നതിനെ കുറിച്ച് വ്യക്തതയില്ല. കാരണം മുംബൈയിൽ എത്തിയതിനു ശേഷം ഒരു മുടി ട്രീറ്റ്മെന്റ്, ഹെയർ ട്രീറ്റ്മെന്റ് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന കാര്യത്തിലൊക്കെ തന്നെ അവ്യക്തതകളുണ്ട്. അങ്ങനെ വെറുതെ ഒരു മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി മാത്രം ഇത്രയേറെ സാഹസപ്പെട്ട് വരേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് മുംബൈയിൽ എത്തിയതിനു ശേഷം യഥാർത്ഥത്തിൽ എന്തായിരുന്നു അവരുടെ ലക്ഷ്യം എന്നത് കൂടി നിർണായകമാണ്. അതുകൂടി ആശ്രയിച്ചിരിക്കും അവർ യഥാർത്ഥത്തിൽ പൻവേലിലേക്ക് തന്നെ മടങ്ങിയോ അല്ല മുംബൈയിൽ തന്നെ തങ്ങുന്നുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരാൻ. അതുകൊണ്ട് ആ കാര്യം വളരെ നിർണായകമായി മാറുകയും ചെയ്യും ഈ അന്വേഷണത്തിൽ. അഥവാ ഇവർ എത്ര മണിയോടുകൂടിയാണ് എയർ സലൂണിലേക്ക് എത്തുന്നത്? ഇവർ എത്തിയ സമയം വെച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഇവർ തിരിച്ച് പൻവേലിലേക്ക് എത്തേണ്ട ഒരു സമയം, ടൈം ആയിട്ടുണ്ടോ ഈ സമയം വരെ? എന്തായാലും അവർ മുംബൈയിൽ ഉണ്ടെന്ന കാര്യത്തിൽ ഏറെക്കുറെ സ്ഥിരീകരണം വരുന്നു. ഇത് സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്നു. അവിചാരിതമായെന്നോണം ആ സലൂൺ ഉടമ ഒരു മലയാളിയായിരുന്നു, അവരോട് കാര്യങ്ങൾ തിരക്കുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ അവർ തന്നെയാണെന്ന് ഈ സലൂൺ ഉടമ അടക്കം ഉറപ്പിക്കുന്നു. ഇപ്പോൾ CSTയിലെ ഒരു ഹെയർ സലൂണിലാണ് ഇവർ എത്തിയത്. CSTയിൽ നിന്ന് പനവേലിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ്, ഹെയർ സലൂണിന്റെ ഉടമയോട് പറഞ്ഞാണ് അവർ അവിടെ നിന്ന് ഇറങ്ങിയത്. പനവേലിലേക്ക് തന്നെ ഇവർ തിരിച്ചു പോയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. എന്തായാലും പനവേൽ മേഖല അടക്കം കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ താനൂർ പോലീസിൽ നിന്നും കൃത്യമായ ചില സൂചനകൾ ലഭിക്കുന്നു. ഇവരെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന ശുഭവാർത്തകളടക്കം ഈ മണിക്കൂറിൽ വരുന്നുണ്ട്. ആ പ്രിയപ്പെട്ടവർ അവരെവിടെയാണെന്ന ചോദ്യം ഇപ്പോഴും ബാക്കി. എന്തായാലും ഉടനെ തന്നെ അവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അവരെ കണ്ടെത്താനാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം.